ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് എന്നുള്ളത് എനിക്കും അറിയാം. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അതേണ്ട ഈ ഒരു കുഞ്ഞിൻ്റെ ഈ ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു ആരി വർക്കാണ് ഞാൻ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സരി ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഗോൾഡൻ കളറിൽ ആ ത്രെഡൊന്നിൻ്റെ തുമ്പൊന്ന് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് കെട്ടിടുന്നത്. ഇതിൽ നല്ലതായിട്ട് കെട്ടിടാൻ അറിയാവുന്നവരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ബട്ട് ഞാൻ ഇങ്ങനെയാണ് കെട്ടിടുന്നത്, എനിക്കിങ്ങനെയാണ് അറിയാവുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന രീതി ഞാൻ കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആരി നീറ്റിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ത്രെഡ് നമ്മൾ ഈ ഒരു ഫ്രെയിമിൻ്റെ അടിവശത്തായിട്ട് ഒരു കയ്യിൽ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, ത്രെഡിൻ്റെ എൻഡ്. അതിനുശേഷം നമ്മുടെ ആരി നീഡിൽ വെച്ച് ഈ ക്ലോത്തിൻ്റെ മണ്ടേ കൂടെ ആദ്യമേ താഴോട്ടിറക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു നീഡിലോട്ട് നമ്മുടെ ഈ ത്രെഡ് ഒന്ന് കൊളുത്തി കൊടുത്തിട്ട് ഈ ഒരു നീഡിലിൻ്റെ തുമ്പത്തായിട്ട് ചെറിയൊരു ഹുക്ക് പോലുണ്ട്, അതിലൊന്ന് കൊളുത്തി കൊടുത്തിട്ട് മുകളിലോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഗോൾഡൻ കളറിൽ ഒരു ബീഡ്സാണ് ഞാൻ ഫസ്റ്റ് സെൻറ്റർ പോർഷനിലായിട്ട് വെക്കുന്നത്. ഇതിപ്പോൾ നെക്കാണ് ഞാൻ ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത്. നെക്ക് ഫുള്ളായിട്ട് ചെറിയൊരു ഫ്ലവറാണ് കൊടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ സെൻറ്റർ പോർഷനിലാണ് ഈ ഒരു ഫ്ലവർ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത്. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ആ ബീഡ്സിൻ്റെ അവിടുന്ന് കുറച്ച് മുകളിലോട്ട് ആയിട്ട് നമ്മുടെ ഈ ത്രെഡ് താഴെ നിന്ന് ഇതേപോലെ ഒന്ന് പൊക്കിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീഡ്സ് ഒന്ന് ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ ഞാൻ 3 കട്ട് ബീഡ്സാണ് ലോഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സീക്വൻസ് ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു ത്രെഡിലോട്ട് ഇതൊന്നും ഈ ബീഡ്സ് എല്ലാം കൂടെ ഒന്ന് ഇറക്കുമ്പോഴത്തേക്കിന് ഫസ്റ്റ് നമ്മുടെ ഈ ഒരു സീക്വൻസ് വരും. അത് കഴിഞ്ഞിട്ട് ഈ കട്ട് ബീഡ്സ് വരത്തുള്ളൂ. എല്ലാം ഗോൾഡൻ കളർ തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ ഒന്ന് നമ്മുടെ ആ ഒരു നമ്മുടെ സെൻറ്റർ പോർഷനിൽ ഗോൾഡൻ കളറിലെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്, അതായത് പേൾ കൊടുത്തിട്ടുണ്ടല്ലോ, ആ പേളിൻ്റെ അവിടെ ആയിട്ട് കൊണ്ടുവന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് നോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു പേളിന് ചുറ്റിനുമായിട്ട് ഇങ്ങനെ ഓരോ ലൈൻസ് എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ഫ്ലവറിനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഫ്ലവറിൻ്റെ പെറ്റൽസ് വന്നിരിക്കുന്ന ഓരോ ലൈൻസ് എന്ന രീതിയിലാണ് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കെട്ടിടുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇങ്ങനെ നമ്മുടെ ത്രെഡിനെ ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്തു നിന്ന് ഒരു സ്റ്റിച്ചും കൂടെ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തൂടെ തന്നെ എടുത്തതിന് ശേഷം എന്നിട്ട് അതിനെ ഞാൻ ഇതേപോലെ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന ആ ത്രെഡിൻ്റെ അകത്തൂടെ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ ചാൻസ് കുറവാണെന്ന് എനിക്കറിയാം. എനിവേ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു തരാനായിട്ട് എനിക്കറിയത്തില്ല. ഞാനും യൂട്യൂബ് നോക്കിയൊക്കെ തന്നെയാണ് ഞാനും ഇതുപോലെ ആരി വർക്ക് ചെയ്യുന്നതൊക്കെ പഠിച്ചത്. അല്ലാതെ ഞാൻ പ്രൊഫഷണലി പഠിച്ച ഒരു വ്യക്തിയല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകൾ ഒരുപാടുണ്ട്. അത് നിങ്ങൾക്ക് ഇത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അതുപോലെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെത് കണ്ട് പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അല്ലാതെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ വീഡിയോസൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അത് കയറി ഒന്ന് കണ്ട് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് നോക്കുക. ആരി വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നാക്കിനനുസരിച്ച് നമുക്ക് ഈ ഒരു ത്രെഡും നീഡിലുമായിട്ട് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും ഈ സെൻറ്റർ പോർഷനിൽ നെക്കാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതുപോലെ സ്ലീവിന് ഞാൻ കൊടുത്തതിൻ്റെ ഫുള്ളായിട്ടുള്ളതാണ് ഇപ്പോൾ ഞാനൊരു വീഡിയോ ഞാൻ നെക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. ഞാൻ ഈ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എംബ്രോയ്ഡറി ഹൂപ്പ് ഉണ്ടല്ലോ അതിലാണ് ഇങ്ങനെ ഈ ഒരു ഡ്രോയറിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ച് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ കയ്യിൽ ആരിയുടെ ഫ്രെയിമും കാര്യങ്ങളും ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ നെക്കിൽ ഈ ഒരു ഫ്ലവർ മാത്രമായിട്ടായിരുന്നു കൊടുത്തത്. പിന്നെ ഫുള്ളായി സ്ലീവേൽ ഇങ്ങനെ ഫ്ലവറും അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റെമ്മും ചെറിയ ലീഫ് എന്ന രീതിയിലും കൂടെ കൊടുത്തിട്ടുണ്ട്. ലീഫ് എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മായിട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ ഷുഗർ ബീഡ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കട്ട് ബീഡ്സും നമ്മുടെ സീക്വൻസും കൂടെ വെച്ചുകൊണ്ട് ചെറിയ ചെറിയ ലീഫ് എന്ന രീതിയിൽ നമ്മൾ ഈ ഫ്ലവറിന് ഇങ്ങനെ ഓരോ ലൈൻസ് കൊടുത്തില്ലേ, അതിൻ്റെ 3 കട്ട് ബീഡ്സ് വെച്ചാണ് ലൈൻസ് കൊടുത്തത്. അപ്പോൾ ലീഫിന് വരുമ്പോഴത്തേനും ഒരു കട്ട് ബീഡും ഒരു സീക്വൻസ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാനിപ്പോൾ ഈ പറയുന്നത് നിങ്ങൾ തന്നെ ഓർക്കായിരിക്കും ഇവിടെ ഇത് എന്ത് തേങ്ങയാണ് പറഞ്ഞു കൂട്ടുന്നതെന്നുള്ളത്. ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ആരി വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ആദ്യം ഒന്നും ചെയ്യുമ്പോഴത്തേക്കും കിട്ടണേ ഇല്ലായിരുന്നു. ഞാനിങ്ങനെ എടുക്കുമ്പോഴത്തേനും ത്രെഡ് പൊട്ടി പോവായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഞാൻ ഈ ഒരു ത്രെഡും
അതുപോലെ നീഡിലുമായിട്ടൊന്ന് സെറ്റായതിന് ശേഷമാണ് ഞാനിങ്ങനെ ഡിസൈൻ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഈ നമ്മൾ സാധാരണ നോർമൽ സൂചി ചെയ്യുന്നതിനേക്കാളും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ആരിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ആരിയിൽ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കും ചെയ്യണമല്ലോ, അതുകൊണ്ട് നോർമൽ സൂചിയിൽ ചെയ്തെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആരിയിൽ ചെയ്യാൻ മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ വീഡിയോ കണ്ട് പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇതിനേക്കാളും നല്ലതായിട്ട് പ്രൊഫഷണലി പഠിച്ച ആൾക്കാരുടെയൊക്കെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഒന്ന് മനസ്സിലാക്കി ഇതുപോലെ ട്രൈ ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാനിപ്പോൾ ഒരുപാട് ലാഗ് അടിച്ചാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. കൺസിസ്റ്റൻ്റായിട്ടൊന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് എന്നോട് ക്ഷമിക്കുക. എൻ്റെ സബ്സ്ക്രൈബായിട്ടുള്ള എൻ്റെ ഫാമിലി എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇനി മാക്സിമം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ലോങ് വീഡിയോയിലാണ് എനിക്ക് ഈ ഒരു ഇത് വന്നിരിക്കുന്നത്. ഷോർട്ട് വീഡിയോ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് കയറി നോക്കുക. അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഒന്ന് സബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ അതേണ്ട ഇങ്ങനെ സ്റ്റെമ്മായിട്ട് കൊടുത്തിരിക്കുന്ന ഷുഗർ ബീഡ്സാണ്. ഓരോ ഷുഗർ ബീഡ്സ് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടി 3 അല്ലെങ്കിൽ 4 ഷുഗർ ബീഡ്സ് കൊടുത്തതിന് ശേഷം അതിന് ഓരോ സ്റ്റിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ഫുള്ളായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഒരു ഇത് കൊടുത്തതിന് ശേഷം, അതായത് ഷുഗർ ബീഡ്സ് വെച്ച് നമ്മൾ ചെറിയൊരു സ്റ്റെം കൊടുക്കുന്നുണ്ട്. അതായത് ചെറുതായിട്ടൊന്ന് ബെൻഡൊക്കെ ചെയ്താണ് ഞാൻ ഈ സ്റ്റെം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വേണം കൊടുക്കാൻ. എന്നാലും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുന്നതിൽ നല്ല ചെറിയൊരു ബെൻഡിങ്ങും കാര്യങ്ങളുമായിട്ട് കൂടി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ വേണ്ട ആ സ്റ്റെം ഒന്ന് കൊടുത്തതിന് ശേഷം നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പറഞ്ഞില്ല ചെറിയൊരു ലീഫ് എന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സീക്വൻസ് ഒരു കട്ട് ബീഡ്സും കൂടെ എടുത്തിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ത്രെഡ് വരുന്നത് എപ്പോഴും ഈ ഹൂപ്പിൻ്റെ അടിവശത്തായിട്ടാണ് ത്രെഡ് വരുന്നത്. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. ആരി വർക്കിൽ വന്നിരിക്കുന്നത് നമ്മുടെ 2 കൈയും ഫ്രീ ആയിരിക്കണം. അതാണ് മെയിനായിട്ട്. നമ്മൾ നോർമൽ സൂചിയും വെച്ച് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് അതായത് ഹൂപ്പാണെങ്കിൽ നമുക്ക് ഒരു കയ്യിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമല്ലേ. അത് പറ്റത്തില്ല. എവിടെയെങ്കിലും നമ്മൾ ഈ ഹൂപ്പ് ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് വേണം നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഫിക്സ് ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ എംബ്രോയ്ഡറി ഹൂപ്പോ ഉള്ളെങ്കിൽ ആ ഹൂപ്പിനെ ഒരു ഡ്രോയറിൻ്റെ അകത്തോട്ട് കുറച്ച് പോർഷൻ കയറ്റിയിട്ട് ആ ഡ്രോയർ അങ്ങ് അടച്ച് ടൈറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞ് മൊത്തത്തിൽ അടച്ച് പൊട്ടിക്കണമെന്നല്ല പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കിന് ഈ ഹൂപ്പ് കാരണം ഒന്ന് ടൈറ്റായിട്ട് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ ആ ഹൂപ്പോടെ ടൈറ്റായിട്ട് ഇരുന്നോളും. എന്നിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ എംബ്രോയ്ഡറി ഇത് വേണമെന്നൊന്നുമില്ല, സ്റ്റാൻഡൊന്നും. ഇതാണ് ഫൈനൽ ഔട്ട്.